മീഡിയ കോൾ സെന്ററിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രമേഹവുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയമാണ് ഇന്ന് കോൾ സെന്റർ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, പ്രമേഹപാതം അഥവാ ഡയബറ്റിക് ഫുഡ് എന്നതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത്. ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രണ വിധേയമല്ല എങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാവാം. ദീർഘനാളായി പ്രമേഹമുള്ളവരിൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ അനുബന്ധ രോഗങ്ങൾക്ക് കാരണമാകും. പ്രമേഹ രോഗികൾ അനുഭവിക്കുന്ന അത്തരം ഒരു അവസ്ഥയാണ് പ്രമേഹപാതം അഥവാ ഡയബറ്റിക് ഫുഡ് എന്ന് പറയുന്നത്. ഈ അവസ്ഥയിൽ വളരെ ശ്രദ്ധിച്ചില്ല എങ്കിൽ പാദം മുറിച്ച് മാറ്റേണ്ട അവസ്ഥയിലേക്ക് എത്തും. ഇതിനെക്കുറിച്ചാണ് കോൾ സെൻ്റർ ഇന്ന് വിശദമായി ചർച്ച ചെയ്യുന്നത്. ഇതിനായി നമ്മോടൊപ്പം ഉള്ളത് കോഴിക്കോട് സ്റ്റാർ കെയർ ഹോസ്പിറ്റലിലെ വാക്സുലാർ സർജൻ ഡോക്ടർ സുനിൽ രാജേന്ദ്രനാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ചു ചോദിക്കാവുന്നതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഫോൺ ചെയ്യുമ്പോൾ ദയവായി ടിവിയുടെ സൗണ്ട് മ്യൂട്ട് ചെയ്ത് ഫോണിൽ മാത്രം ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രദ്ധിക്കുക. ഡോക്ടർ കോൾ സെൻ്ററിലേക്ക് സ്വാഗതം. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്താണ് ഈ പ്രമേഹപാതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡയബറ്റിക് ഫുഡ്? മറ്റേ അവയവങ്ങളെ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അവയവമാണ് പാദം. അതിനെക്കുറിച്ച് പൊതുവേ നമ്മളത്ര ബോധേഡല്ല. കാരണം നമുക്ക് നിസ്സാരമായി നടക്കാൻ പറ്റുന്നതുകൊണ്ട് ആരും അതിനെക്കുറിച്ച് അത്ര ബോധേഡാകാറില്ല. പാദം എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് സ്ട്രക്ചറാണ്. അതിനകത്ത് 26 എല്ലും 30ഓളം പേശികളും രക്തക്കുഴലും നേഴ്സൊക്കെ അടങ്ങിയ ഒരു കോംപ്ലക്സ് സ്ട്രക്ചറാണ്. അതിൽ പ്രമേഹം ഈ പറഞ്ഞ എല്ലാ സ്ട്രക്ചേഴ്സിനെയും ബാധിക്കാം. മെയിൻലി ബ്ലഡ് വെസലിൽ ബ്ലോക്ക് ഉണ്ടാക്കാം, നേഴ്സിൻ്റെ സെൻസേഷൻ, അതിൻ്റെ പ്രവർത്തനത്തെ ബാധിച്ചൊരു സെൻസേഷൻ കുറയ്ക്കാം, മസിൽസിനെ വീക്കാക്കാം. ഇതെല്ലാം ഉണ്ടാകുമ്പോൾ കാലിൽ വരുന്ന ഈ മാറ്റങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലത്തെയാണ് ആക്ച്വലി ഡയബറ്റിക് ഫുഡ് ഇല്ലെങ്കിൽ പ്രമേഹപാതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രമേഹപാതം പൊതുവേ എല്ലാവരും അവഗണിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് കേരളം ഒരു ഡയബറ്റിക് ക്യാപിറ്റൽ എന്ന് പൊതുവെ അറിയപ്പെടുന്നതാണ്. വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് ഉള്ള ഒരു സ്റ്റേറ്റാണ് കേരളം എന്ന് പറയും. അപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻ കാരണം WHO എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഓരോ 30 സെക്കൻഡും ലോകത്തിൽ ഒരു കാലെങ്കിലും മുറിച്ചു മാറ്റപ്പെടുന്നുണ്ടെന്നാണ് പൊതുവെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഭയാനകമായ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ആ സിറ്റുവേഷൻ്റെ എല്ലാത്തിൻ്റെയും തുടക്കം ഈ പ്രമേഹഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ചില നിസ്സാരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു മേജർ കോംപ്ലിക്കേഷനിലേക്ക് എത്തുന്നത്. ഒരു കാല് മുറിച്ചു മാറ്റപ്പെടേണ്ട ഒരവസ്ഥ ഒരു വ്യക്തി ഫേസ് ചെയ്യും. അത് ഭയങ്കര ഒരു ഡിപ്രസിങ്ങും ഭയങ്കര ഒരു ഭയാനകമായ സിറ്റുവേഷനാണ്. നമുക്ക് അതിലേക്ക് വരാം. നമുക്കൊരു കോളർ ഉണ്ട്. ബഹറുദ്ദീൻ കാസർഗോഡ് നിന്ന് വിളിക്കുന്നു. ബഹറുദ്ദീൻ, ഡോക്ടറോട് ചോദിക്കാം. നമസ്കാരം ഡോക്ടർ. പറയൂ. ഞാൻ എൻ്റെ ഫാദറിന് വേണ്ടിയിട്ടാണ് വിളിച്ചത്. അപ്പോൾ ഫാദറിന്റെ കാലിന്റെ അടിഭാഗത്ത് ഒരു തയമ്പ് പോലെ രൂപപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മ അത് തയമ്പ് പോലെ അത് കട്ട് ചെയ്ത് എടുക്കുക ചെയ്യാം. അത് ചോദിച്ചേരം പറഞ്ഞത് അത് ഡയബറ്റിക്കിന്റെ ഒരു സൈഡ് എഫക്റ്റ് എന്നാ പറഞ്ഞത്. അപ്പൊ അതിന് വല്ല പ്രതിവിധി ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പ്രമേഹം നമ്മുടെ കാലിൻ്റെ ഈ പേശികളിനെയും രക്തക്കുഴലിനെയും നെർവ്സിനെയൊക്കെ ബാധിക്കും. അപ്പോൾ പൊതുവേ നമ്മുടെ നെർവ്സാണ് ഈ മസിൽസിനൊക്കെ സ്ട്രെങ്ത് കൊടുക്കുന്ന ഒരു സ്ട്രക്ചർ. അപ്പോൾ നെർവ്സ് വീക്കാവുമ്പോൾ മസിൽസ് വീക്കായിട്ട് കാലിൻ്റെ ഷേപ്പിലൊരു മാറ്റം വന്നിട്ട് നമ്മുടെ കാലിൻ്റെ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ, നമ്മുടെ കാലിൽ പൊതുവേ ഈ പ്രഷർ നോർമൽ ആളുടെ ഡിസ്ട്രിബ്യൂഷനെക്കാളും വ്യത്യാസമായിട്ട് ഒരു പ്രത്യേക ഭാഗത്തേക്ക് പ്രഷർ കൂടുതൽ എടുക്കും ഡയബറ്റിക് പേഷ്യൻസിന്. അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസിന് നമ്മൾ ചവിട്ടി നടക്കുമ്പോൾ ആ ഭാഗത്ത് സ്കിന്ന് തൊലി കട്ടിയായിട്ടാണ് ഈ തഴമ്പ് വരുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടതായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ചെരുപ്പിൽ മാറ്റം വരുത്തണം. കാരണം ആ ഭാഗത്ത് പ്രഷർ വരാത്ത രീതിയിലുള്ള ഫുട്വെയർ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഭാഗത്ത് നിന്ന് പ്രഷർ ഓഫ്ലോഡിങ് എന്ന് പറയും, ഓഫ്ലോഡ് ചെയ്യുക. അത് കൂടാണ്ട് നമ്മൾ ഈ കാലിൻ്റെ രക്തോട്ടം പരിശോധിപ്പിക്കുക. പിന്നെ ഈ നേരത്തെ പറഞ്ഞല്ലോ തഴമ്പ് വരുന്നുണ്ടെന്ന്, ആ തഴമ്പെന്ന് വെച്ചാൽ അതൊരു സ്കിൻ കട്ടിയാകുന്നതാണ്. അതൊരു ഫുഡ് സ്പെഷ്യലിസ്റ്റ് ഇല്ലെങ്കിൽ സർജനെ കാണിച്ചിട്ട് നമ്മൾ സ്വന്തം അതിൽ ഒന്നും ചെയ്യാണ്ട് അവരെ കാണിച്ച് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയിട്ട് ആ കട്ടിയുള്ള സ്കിന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് നൈസാക്കണം. അങ്ങനെ കൊണ്ടുകിടന്നാൽ വലിയ കോംപ്ലിക്കേഷൻ ഇല്ലാണ്ട് പോയി. ഫുട്വെയറിൽ മാറ്റം വരുത്തിയാൽ തന്നെ കുറേ പരിധി വരെ നമുക്കിത് വീണ്ടും വരാണ്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ചില സമയത്ത് കട്ടി കൂടുമ്പോൾ ഉള്ളിൽ പഴുപ്പ് വരുന്നുണ്ട്. അല്ല, അതാ പറഞ്ഞത്. അപ്പോൾ ഈ കട്ടി കൂടുന്നതിന് മുമ്പ് തന്നെ പോയിട്ട് അതിനെ കട്ട് ചെയ്ത് നൈസാക്കണം. കട്ടി കൂടിയിട്ടാണ് ഇൻഫെക്ഷൻ വരിക. അപ്പോൾ നമ്മളത് ശ്രദ്ധയിൽപ്പെടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫാദറിന് ഒരു 1 in 3 months എങ്കിലും ഒരു പൊഡിയാട്രിക് സ്പെഷ്യലിസ്റ്റ് ഇല്ലെങ്കിൽ വാസ്കുലർ സർജൻ, ജനറൽ സർജൻ ആരെങ്കിലും കാണിച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യണം. പിന്നെ ഫുട്വെയറിൽ മാറ്റം വരുത്തിയാൽ ഇത് വീണ്ടും വരാനുള്ള ചാൻസ് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും.
എസ് ബഹറുദ്ദീനാണ് വിളിച്ചത് കാസർഗോഡ് നിന്ന്. സാർ, നമ്മൾ നേരത്തെ സംസാരിച്ച ടോപ്പിലേക്ക് മടങ്ങിയെത്താം. അപ്പോൾ ഞാൻ ആംബ്യൂട്ടേഷൻ പറഞ്ഞൊരു വളരെ സീരിയസ് സിറ്റുവേഷനൊക്കെ ഓരോ 30 സെക്കൻഡും ഒരു കാല് മുറിച്ചു മാറ്റപ്പെടുക വെച്ചാൽ അത് ആലോചിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഡയബറ്റിക് ഫുട്ടിൽ തുടക്കത്തിൽ ആദ്യം ബാധിക്കുക നെർവ്സിനെ ബാധിക്കുക. അപ്പോൾ പൊതുവേ അനുഭവപ്പെടുന്ന സിംറ്റംസ് എന്താ വെച്ചാൽ സെൻസേഷൻ കുറയും. അപ്പോൾ സാധാരണ ആൾക്കാർ നമ്മൾ നടക്കുമ്പോൾ ഒരു കല്ല് തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കാല് വലിക്കും. പക്ഷേ ഡയബറ്റിക് പേഷ്യൻസ് ആ സെൻസേഷൻ ഇല്ലാത്തതുകൊണ്ട് അവരറിയുന്നില്ല. അപ്പോൾ ഒരു ഇഞ്ചുറി വന്നിട്ട് പിന്നെ അതൊരു വ്രണമായിട്ട് മാറും. സെൻസേഷൻ കുറയുന്നതിൻ്റെ കൂടെ മെല്ലെ മെല്ലെ ബ്ലഡ് ഫ്ലോയും കുറയാൻ തുടങ്ങും. അപ്പോൾ സെൻസേഷൻ കുറഞ്ഞിട്ട് മുറിവുണ്ടാവുന്നു, ബ്ലഡ് ഫ്ലോ ഇല്ലാത്തതുകൊണ്ട് മുറിവ് ഉണങ്ങാണ്ടാവുന്നു. ആ സിറ്റുവേഷൻ ഒരു സീരിയസ് സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷനിൽ നമ്മൾ ആക്ച്വലി കറക്റ്റ് ടൈം ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ലെങ്കിൽ അതൊരു ഇൻഫെക്ഷൻ സ്പ്രെഡായിട്ട് പെട്ടെന്നൊരു ആ ഭാഗം ഒഴിവാക്കേണ്ട ഒരു കണ്ടീഷനിലേക്ക് പോകാനുള്ള നല്ല റിസ്ക് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പൊതുവേ ഡയബറ്റിക് പേഷ്യൻസ് ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും ഇങ്ങനൊരു കോംപ്ലിക്കേഷൻ ആരും അതിനെക്കുറിച്ച് ബോധേഡല്ല. അതൊരു പ്രോബ്ലം വരുമ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അവയർഡ്. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, കാര്യം കാലിൽ സെൻസേഷൻ ഇല്ലാത്തതുകൊണ്ട് അവരറിയുന്നില്ല ഇങ്ങനെ പ്രശ്നം വരുന്നത്. അപ്പോൾ അത് കുടുംബക്കാർ അത് മനസ്സിലാക്കി നമ്മുടെ കാലിൽ നല്ലോണം ശ്രദ്ധിച്ച് കൊണ്ടുനടന്നിട്ടില്ലെങ്കിൽ ഈ പ്രോബ്ലം വരുമ്പോൾ ചിലപ്പോൾ എല്ലായ്പ്പോഴും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിക്കൊള്ളുന്നില്ല. സാർ, നമുക്ക് ഒരു കോളർ കൂടി ഉണ്ട്. പ്രകാശനാണ് സംസാരിക്കുന്നത്. പ്രകാശൻ, ഡോക്ടറോട് ചോദിക്കാം. ഇത് ഭാര്യന്റെ മുട്ടുംകാലിന് താഴെ അവിടെ 2 കാലിന് കളർ വ്യത്യാസം, ഒരു ബ്രൗൺ കളറായിട്ട് വരുന്നത്. ഈ ഡയബറ്റിസ് എല്ലാ അവയവങ്ങളെയും ബാധിക്കും, അറിയാമല്ലോ. നമ്മളിപ്പോൾ ഹാർട്ട്, ബ്രെയിന്, കിഡ്നി, ലിവർ എല്ലാத்தைയും ബാധിക്കും. അതുപോലെ തന്നെ ഒരു പരിധി വരെ നമ്മുടെ സ്കിന്നിനും ബാധിക്കും. ഡയബറ്റിക് പേഷ്യൻസിന് പൊതുവേ സ്വെറ്റിംഗ് കുറവായിരിക്കും. നമ്മുടെ സ്കിന്ന് മോയിസ്റ്റായി നിൽക്കുക, നമ്മുടെ സ്കിന്നിലൊരു സ്വെറ്റിംഗ് ആക്ച്വലി നമ്മുടെ സ്കിന്നിനെ കുറച്ച് മോയിസ്റ്റാക്കി വയ്ക്കും. അപ്പോൾ സ്കിൻ ഡ്രൈനെസ് കൂടും ഡയബറ്റിക് പേഷ്യൻസ്, കാര്യം ഈ സ്വെറ്റിംഗ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പൊതുവേ ഈ ഡ്രൈനെസ് വരുമ്പോഴത്തേക്കും സ്കിന്നിൻ്റെ കളറ് മാറാൻ തുടങ്ങും. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ സ്കിൻ കെയർ ഇതിൻ്റെ വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ള ഡയബറ്റിക് പേഷ്യൻസ് സ്കിന്നിനെ മോയിസ്റ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഈ പല ടൈപ്പ് ജെല്ലുകൾ ഉപയോഗിക്കുക. പക്ഷേ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, പറയാൻ കാരണമുണ്ട്. കാര്യം വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറുമ്പരിക്കുമ്പോൾ പേഷ്യൻസ് അറിയില്ല. അതുകൊണ്ട് വെളിച്ചെണ്ണ അല്ലാത്ത എന്തെങ്കിലും മോയ്സ്ചറൈസിങ് ലോഷൻ ഡെയിലി കാലിൽ തടവണത് നന്നാവും. അതൊരു ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് തന്നെ ആയിരിക്കണം. ഡയബറ്റിക് ആണെങ്കിൽ ആ ഡയബറ്റീസ് കോംപ്ലിക്കേഷൻ ആയിട്ട് തന്നെ കരുതേണ്ടി വരും ഈ സ്കിൻ കളർ മാറ്റം. അതിന് നമ്മൾ ഈ സ്കിൻ കെയർ കൊടുത്തു കഴിഞ്ഞാൽ ഇമ്പ്രൂവ് ചെയ്യും. അതിൻ്റെ കൂടെ ഡയബറ്റീസ് നല്ലോണം കൺട്രോൾ ചെയ്യണം. എസ് പ്രകാശനാണ് വിളിച്ചത് വാഴക്കാട് നിന്നും. സാർ, ഒപ്പം തന്നെ ഈ മധുരത്തിനോട് അമിതമായ ഒരു ഇഷ്ടം തോന്നുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ വരുന്നത് ഈ ഡയബറ്റിക്കിൻ്റെ ലക്ഷണങ്ങളാണോ, അല്ലെങ്കിൽ ഡയബറ്റിക് ലക്ഷണങ്ങൾ എങ്ങനെയാണ് തുടക്കക്കാർക്കത് മനസ്സിലാക്കാൻ സാധിക്കുക? ഡയബറ്റിക് ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ പൊതുവേ നമ്മുടെ നാട്ടിലെ ഭക്ഷണ രീതികൾ വളരെ വ്യത്യാസമാണ്. നമ്മുടെ നാട്ടിൽ പൊതുവേ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുകയും ആൾക്കാർ പ്രോട്ടീൻ കുറഞ്ഞ് കഴിക്കുകയാണ് പൊതുവേ നമ്മുടെ കേരളത്തിൻ്റെ ഭക്ഷണ രീതി. ശരിക്കും തിരിച്ചാണ് വേണ്ടത്, പ്രോട്ടീൻ കൂടുതൽ കഴിക്കുകയും കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക വേണ്ടത്. പക്ഷെ നമ്മുടെ ഭക്ഷണ രീതി അങ്ങനെയല്ല. അതുകൊണ്ട് പൊതുവേ ഒരു 10-25 വയസ്സ് മുതൽ ഡയബറ്റിക് സ്ക്രീനിങ് നല്ലതാണ്. വെച്ചാൽ ഒരു ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യുക. അതിനുപരി HbA1c എന്നൊരു ടെസ്റ്റ് ഉണ്ട്, 3 മാസം ആവറേജ് കാണിക്കുന്ന ടെസ്റ്റ്. ആ ടെസ്റ്റ് ഡയബറ്റിസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക. പ്രത്യേകിച്ചും ഫാമിലി ഹിസ്റ്ററി, വീട്ടിൽ ഡയബറ്റിസ് ഉണ്ടെങ്കിൽ വളരെ നേരത്തെ ഇങ്ങനത്തെ പരിശോധനകൾ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ അങ്ങനെ എന്തെങ്കിലും ലക്ഷണത്തിൻ്റെ തുടക്കം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ ക്രമീകരിച്ച് നല്ല വ്യായാമവും നല്ല എക്സസൈസും ഈ ഡയറ്റ് പാറ്റേൺ എല്ലാം മാറ്റിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാൻ, അത് റിവേഴ്സ് ചെയ്യാനും പറ്റും ആക്ച്വലി. സാർ, ഈ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്. ഈ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആഹാരം അരിയാണ്. ചോറ്, കപ്പ, ബീഫ്, മീൻകറി ഇങ്ങനെയുള്ള ആഹാരങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഈ ഡയബറ്റിക് പേഷ്യൻസ് ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ അതിനൊരു നിയന്ത്രണം വേണ്ടേ? എന്തൊക്കെ മുൻകരുതലുകളാണ് അവരുടെ ജീവിത ശൈലിയിലുള്ള മാറ്റം വരുത്തേണ്ടത്? ഡയബറ്റിക്സ് മാത്രമല്ല, മലയാളികൾ മൊത്തം ഭക്ഷണം രീതിക്ക് മാറ്റണം എന്നാണ് ഞാൻ പറയുക. കാര്യം പൊതുവേ നമ്മൾ കഴിക്കുക ഒരു വലിയൊരു കൂമ്പാരും ചോറും ഇച്ചിരി വെജിറ്റബിൾസും പ്രോട്ടീനും ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രയും കാർബോഹൈഡ്രേറ്റും ഇച്ചിരി പ്രോട്ടീനല്ല വേണ്ട. ആക്ച്വലി നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ പ്രോട്ടീൻ കൂടുതലും അരി ഇല്ലെങ്കിൽ ഗോതമ്പ് എന്താണെങ്കിലും. ചിലപ്പോൾ ആൾക്കാർ പേഷ്യൻസ് ചോദിക്കാറുണ്ട് അരി കഴിക്കുന്നില്ല ഗോതമ്പ് കഴിക്കുന്നുണ്ടെന്ന്. ഗോതമ്പായാലും അരിയാണെങ്കിലും മൈദയാണെങ്കിലും റവയാണെങ്കിലും ഒക്കെ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അതിനെ വളരെ ചുരുക്കിയിട്ട് പ്രോട്ടീൻ ആൻഡ് ഫ്രൂട്ട്സ് ആൻഡ് സലാഡ്സ് നമ്മുടെ ഡയറ്റിൽ കൂട്ടണം. നമ്മുടെ ഈറ്റിംഗ് പാറ്റേൺ ഭയങ്കര ഡിഫറെൻ്റ് ആണ്.
അപ്പോൾ ഡയബറ്റിക്സ് അല്ലാത്ത ആൾക്കാരും അത് ക്രമീകരിച്ച് കഴിച്ചാൽ ഡയബറ്റിസ് വരുന്ന ടെൻഡൻസി തന്നെ കുറയും. നമ്മുടെ ബോഡിയിലൊക്കെ ഡയബറ്റിസ് ഒരു ഇൻബിൽട്ടായിട്ട് ഇപ്പോൾ ജെനറ്റിക്സ് ആണല്ലോ എല്ലാം. അപ്പോൾ ജെനറ്റിക് ടെൻഡൻസി ഉണ്ട്. ആ ടെൻഡൻസി നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നേരത്തെ ഡയബറ്റീസിനെ വിളിച്ചു വരുത്താം. നമുക്ക് വേണമെങ്കിൽ ഡയബറ്റീസ് കുറേ പരിധി വരെ പോസ്റ്റ്പോൺ ചെയ്യാൻ വേണമെങ്കിൽ ഡയബറ്റീസ് വരാണ്ടും നമുക്ക് വേണമെങ്കിൽ ജീവിതം കഴിച്ചു കൂട്ടാൻ പറ്റും. നമ്മൾ തീരുമാനിക്കണം ഡയബറ്റീസ് എനിക്ക് 25 വയസ്സിൽ വരണോ 30 വയസ്സിൽ വരണോ 40 വയസ്സിൽ വരണമെന്ന്. അതുകൊണ്ട് കുറേയൊക്കെ നമ്മുടെ കയ്യിലാണ് ഡയബറ്റീസ് വരണോ വേണ്ടേ എന്നുള്ള കൺട്രോൾ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെ വേണമെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വഴി ഡയബറ്റീസിന് രക്ഷപ്പെടാൻ തന്നെ ഒരുപക്ഷെ പറ്റിക്കൂടാകില്ല. സാർ, നമുക്ക് ദോഹയിൽ നിന്ന് അയ്യൂബ് ഖാൻ ഉണ്ട്. അയ്യൂബ്, ഡോക്ടറോട് ചോദിക്കാം. അയ്യൂബ് ചോദിക്കാം. അയ്യൂബിന്റെ വൈഫാണ്. ഞാൻ മതിയോ? ചേച്ചി ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. പിന്നെ എനിക്ക് കാലിന് ഭയങ്കരമായി തരിപ്പും വേദനയൊക്കെയാണ്. വലിയുന്നത് പോലെ തോന്നും എപ്പോഴും. ഷുഗർ ഉണ്ട്. ഇപ്പൊ ഇൻസുലിൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ നേരത്തെ പറഞ്ഞ പോലെ ടിപ്പിക്കലായിട്ട് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയും. ഡയബറ്റിക് ഫുട്ടിൽ നേഴ്സിന് ഡാമേജ് പറ്റിയിട്ട് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് പെരിഫറൽ ന്യൂറോപ്പതി. അപ്പോൾ മിക്കവാറും കാലിൽ തരിപ്പ്, പുകച്ചൽ, സൂചി കൊണ്ട് കുത്തുന്ന പോലെ തോന്നുക, അങ്ങനെ പല രീതിയിൽ സെൻസേഷൻ കാലിൽ അനുഭവപ്പെടാം. കൂടുതലും ആ സെൻസേഷൻ അനുഭവപ്പെടുന്നത് രാത്രി കാലങ്ങളിലായിരിക്കും. കാരണം രാത്രി കാലങ്ങളിൽ നമ്മൾ ഉറങ്ങുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് അനുഭവപ്പെടുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡയബറ്റിസ് സ്ട്രിക്റ്റായിട്ട് കൺട്രോൾ ചെയ്യുക. ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാന്ന് പറയുമ്പോൾ ഒരു ഫാസ്റ്റിംഗ് ഷുഗർ കുറവാന്ന് വെച്ചിട്ട് ഡയബറ്റിസ് കൺട്രോൾ ആണെന്ന് വിചാരിക്കരുത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു HbA1c എന്നൊരു ടെസ്റ്റ് ഉണ്ട്, 3 മാസം ആവറേജ് കാണിക്കുന്ന ഒരു ടെസ്റ്റ്. അത് പറയാൻ കാരണമുണ്ട്. നമ്മളെല്ലാവരും കാലത്ത് പോയിട്ട് ഷുഗർ ചെക്ക് ചെയ്യും. തലേ ദിവസം ഭക്ഷണം കഴിക്കാണ്ട് ഷുഗർ നോക്കിയിട്ട് പറയും എൻ്റെ ഷുഗർ 140 ഉള്ളൂ, കൺട്രോൾഡാന്ന് പറയും. പക്ഷേ നിങ്ങളുടെ ഷുഗർ രാത്രി ചിലപ്പോൾ 300 400 ഒക്കെ ആകുന്നുണ്ടാകാം. അതുകൊണ്ട് HbA1c ടെസ്റ്റ് എവറി 2-3 മന്ത്സ് ചെക്ക് ചെയ്യുക. അതൊരു 6.57 താഴെയാണെങ്കിൽ തന്നെ ഈ കോംപ്ലിക്കേഷൻ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അതിൻ്റെ കൂടെ കുറച്ച് മെഡിസിൻസും കഴിക്കേണ്ടി വരും. ആ മെഡിസിൻസ് ഡോക്ടറെ കണ്ടാൽ പ്രിസ്ക്രൈബ് ചെയ്ത് തരും. അപ്പോൾ ഗ്രാജുവലി നമുക്ക് സിംറ്റംസ് കൺട്രോൾ ചെയ്യാൻ പറ്റും, നല്ലോണം കൺട്രോൾ ചെയ്യാൻ പറ്റും. നല്ലോണം ഡയബറ്റിക് കൺട്രോളും ഈ മെഡിസിൻസും കഴിച്ചാൽ ഈ പറയുന്ന സിംറ്റംസ് നല്ലോണം കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ HbA1c 6.5 താഴേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളറുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് സുബിൻ ഡോക്ടറോട് ചോദിക്കാം. നമസ്കാരം. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. സാർ, എനിക്ക് 20 വർഷമായിട്ട് ഡയബറ്റീസ് ഉണ്ട്. ഞാൻ അതിന്റെ ടാബ്ലറ്റ് കഴിക്കുന്ന ഗാൽവോസ്മെറ്റ് 55,000 രണ്ടെണ്ണം രാവിലെയും വൈകിട്ട് 2 എണ്ണം. അതിൻ്റെ കൂടെ ഭക്ഷണത്തിന് മുമ്പ് ഒലിഗോ3 എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. ഇത്രയാണ് ഞാൻ കഴിക്കുന്നത്. പിന്നെ വിറ്റാമിൻ്റെ ഒരു ടാബ്ലറ്റ് കൂടെ കഴിക്കുന്നുണ്ട്. അതിന്റെ പേര് എന്താ ബുദ്ധിമുട്ട് എന്താന്ന് പറഞ്ഞോളൂ. ബുദ്ധിമുട്ട് അത് യൂറിൻ പാസ് ചെയ്യുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് സാർ. അത് നമ്മുടെ വിഷയമായിട്ട് ബന്ധമുള്ളൊരു വിഷയമല്ല. എനിക്ക് തോന്നുന്നു ഡയബറ്റീസ് ബ്ലാഡറിന്റെ നെർവ്സിനെയും വീക്ക് ആക്കാം. അപ്പോൾ ഒരു യൂറോളജിസ്റ്റ് ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ അതിന് സൊല്യൂഷൻ കിട്ടേണ്ടതാണ്. സുബിനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിളിച്ചത്. കോൾ സെന്റർ ഇടവേള കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ താനൂരിൽ നിന്നും ഹംസയുണ്ട്. ഹംസ, ഡോക്ടറോട് ചോദിക്കാം. അതെ, പിന്നെ അതായത് കാലുണ്ടല്ലോ, പിന്നെ കാലിന്റെ തൊലി കട്ടിയല്ല, വളരെ എന്തെന്നാണ് പറയണ്ടേ, നൈസായിട്ടായിരുന്നു. ഇങ്ങനെ പലതരം തൊലിയിൽ വ്യത്യാസങ്ങൾ ഡയബറ്റീസിൽ കാണാം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ പറയാൻ പറ്റില്ലെങ്കിലും ഡയബറ്റിക് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സ്കിൻ കെയർ മസ്റ്റാണ്. ഡയബറ്റിക് കൺട്രോൾ ചെയ്യുക, സ്കിന്നിന് കെയർ ചെയ്യുക. അത് സ്കിൻ കട്ടിയാണെങ്കിലും നൈസ് ആണെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ലോഷൻ ഉപയോഗിക്കുക. നല്ലോണം സ്കിന്നിന് കെയർ കൊടുക്കുക. അതാണ് ബേസിക്കലി പറയാനുള്ളത്. പിന്നെ ഷുഗർ നല്ലോണം കൺട്രോൾ ചെയ്യുക. ഇത് ഡയബറ്റീസ് ലക്ഷണമാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഡോക്ടർ എവിടെയാണ്, ഏത് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്? ഡോക്ടർ സ്റ്റാറിലാണ് വർക്ക് ചെയ്യുന്നത്, കോഴിക്കോട്. സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ, കോഴിക്കോട്. സ്റ്റാർ കെയർ. യെസ് ഡോക്ടർ, ഇപ്പോൾ എന്തൊക്കെ പ്രിവെന്റീവ്സ് ആണ് എടുക്കേണ്ടത്? പ്രമേഹമുള്ള ആൾക്കാർ പൊതുവേ നേരത്തെ പറഞ്ഞ ഡയബറ്റീസ് എന്തായാലും കൺട്രോൾ ചെയ്യണം. നല്ല എക്സസൈസും ഡയറ്റ് മോഡിഫിക്കേഷനൊക്കെ ചെയ്യണം. അത് കൂടാണ്ട് പാദത്തിനെ കുറിച്ച് ഒരു എക്സ്ട്രാ കെയർ കൊടുക്കണം. നമ്മൾ ഡെയിലി കാല് നല്ലോണം കഴുകി വൃത്തിയാക്കി വിരലിനിടയ്ക്കെല്ലാം നല്ല ഡ്രൈ ആക്കി വെച്ചിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് നല്ല ഡ്രൈ ആക്കി വെക്കണം. അതുപോലെ തന്നെ
സ്കിൻ ഡ്രൈ ആകാണ്ട് നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, എന്തെങ്കിലും ചെറിയ വ്രണങ്ങളുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കണം. നേരത്തെ പറഞ്ഞ പോലെ സെൻസേഷൻ കുറവായതുകൊണ്ട് ചിലപ്പോൾ പേഷ്യൻറ്റിന് അതിനെക്കുറിച്ച് ബോധമില്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും കൊണ്ട് കാല് നോക്കി വെക്കണം. പൊതുവേ നമ്മൾ അഡ്വൈസ് കൊടുക്കാൻ, നിങ്ങൾ മുഖം ഡെയിലി നല്ലോണം കെയർ ചെയ്യും, നമ്മൾ മേക്കപ്പ് ഇടും, നല്ല പൗഡർ ഇടും, അതുപോലെ തന്നെ നിങ്ങൾ കാലിനെയും കെയർ ചെയ്താൽ നമുക്ക് ഈ ചെറിയ ചെറിയ സയൻസ് നേരത്തെ കണ്ടുപിടിച്ച മേജർ കോംപ്ലിക്കേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡയബറ്റിക് കൺട്രോൾ, ഡയറ്റ് കൺട്രോൾ, എക്സസൈസ് ആൻഡ് ഫുഡ് കെയർ. പിന്നെ അതുകൂടാണ്ട് തന്നെ എല്ലാ ഡയബറ്റിക് പേഷ്യൻസും അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എൻ ഇയർ ഒരു ഫുഡ് കൺസൾട്ടേഷൻ ചെയ്യണം. അത് നിങ്ങൾ അതിൻ്റെ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർമാർ, സർജൻസ്, വാസ്കുലർ സർജൻസ്, അല്ലെങ്കിൽ പൊഡിയാട്രിസ്റ്റ്, ഡയബറ്റോളജിസ്റ്റ് ആരെങ്കിലും കണ്ടിട്ട് ആ ഫുഡൊന്ന് അവരെ കൊണ്ട് പരിശോധിപ്പിക്കണം. അപ്പോൾ അവരെന്തെങ്കിലും ചെറിയ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ നേരത്തെ സജസ്റ്റ് ചെയ്യും. അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ഇയർ ഫുഡ് ചെക്കപ്പും ചെയ്യണം. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടിയുണ്ട്. കൂട്ടായിൽ നിന്നും അബ്ദുറഹ്മാൻ. ഡോക്ടറോട് ചോദിക്കാം. സാറ് കാലിന്റെ അടി വേണം, അത് രണ്ടും 2 മാസമായിപ്പോ. 2 കാലിനുണ്ട്, 1 കാലിന് മാത്രമാണോ? ഇടത്തെ കാലിന്റെ അടി. ഇടത്തെ കാലിൻ്റെ അടിയിലെ വേദന ഡയബറ്റീസായിട്ട് ബന്ധമുണ്ടാകാൻ ചാൻസ് ഇല്ല. ഡയബറ്റീസിലെ മിക്ക പ്രശ്നം 2 കാലിനും ഒരുപോലെയാണ് യൂഷ്വലി ഉണ്ടാകുക. 1 കാലിന് മാത്രമാണെങ്കിൽ അത് ഹീലിൻ്റെ അടിയിൽ പ്ലാന്റാർ ഫേഷ്യാറ്റിസ് എന്നൊരു അസുഖമാകാം. ഒരു ഓർത്തോപെഡീഷ്യൻ ഡോക്ടറെ കണ്ടാൽ അതിന് പരിഹാരം കിട്ടേണ്ടതാണ്. അതാണ് ഒരു അസുഖമാണ് പ്ലാന്റാർ ഫേഷ്യാറ്റിസ് എന്നത്. ഓർത്തോപെഡീഷ്യനെ കണ്ട ഒരു പരിഹാരം പറഞ്ഞുതരും. യെസ്, അബ്ദുറഹ്മാനാണ് വിളിച്ചത് കൂട്ടായിൽ നിന്നും. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞിരുന്നു 2 കാലിനും ഒരുമിച്ചാണ് ഈ ഫുഡ് ഡയബറ്റിക് വരുന്നതെന്ന്. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കും. ഡയബറ്റിക് ഒരു ജനറൽ ഡിസീസ് ആണല്ലോ. നമ്മളങ്ങനെ 1 കാലിനെ മാത്രം കൂടുതൽ എഫക്റ്റ് ചെയ്യുകയാണെങ്കിലും 1 കാൽ അബ്സല്യൂട്ട്ലി നോർമലും 1 കാലിന് ഡിസീസ്ഡ് ആകില്ല. കാര്യം അത് എഫക്റ്റ് ചെയ്യുമ്പോൾ 2 കാലിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ നേരത്തെ വിളിച്ച ആൾ പറഞ്ഞ പോലെ 1 കാലിന് മാത്രം വേദന, മറ്റേക്കാൽ അബ്സല്യൂട്ട്ലി നോർമൽ ആണെങ്കിൽ ഡയബറ്റീസ് കൊണ്ടുള്ള കോംപ്ലിക്കേഷൻ ആകാൻ ചാൻസ് കുറവാന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കണം, നല്ലതാണ്. ഓക്കെ, മറ്റൊരു ചോദ്യം. അതായത് ഈ പല ആളുകളും ഇൻസുലിൻ എടുക്കും. ഇപ്പോൾ ഈ ചെറുപ്പക്കാർ തൊട്ട് തുടങ്ങി മുതിർന്നവരിൽ വരെ ഇൻസുലിൻ എടുക്കുന്നു, മരുന്ന് കഴിക്കുന്നു. അപ്പോൾ ഇവർക്കൊക്കെ ഭയമുണ്ട്, ഞാൻ എൻ്റെ ജീവിതാവസാനം വരെ ഇൻസുലിൻ എടുക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ ഡയബറ്റിക്കിനുള്ള മരുന്ന് കഴിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ഭയം ഇവരുടെ എല്ലാം ഉള്ളിലുണ്ട്. അപ്പോൾ ഈ പ്രമേഹം എന്ന് പറയുന്ന ഈ രോഗത്തെ അല്ലെങ്കിൽ ഈ അവസ്ഥയെ മാറ്റാൻ വേണ്ടി എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ടോ? മുൻകരുതലുകൾ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡയറ്ററി, കേരളം ഒരുപക്ഷെ ഡയബറ്റിക് ക്യാപിറ്റൽ ആകുന്നതിന് നമ്മുടെ എന്താണ് ഡയറ്റിൻ്റെ പ്രോബ്ലം കൊണ്ടാണ്. കാര്യം ഇപ്പോൾ ഇന്ത്യയിൽ വേറെ രാജ്യത്തില്ലാത്തക്കാളും ഡയബറ്റീസ് ഇവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഡയറ്ററി പാറ്റേൺ നമ്മൾ എന്തായാലും മാറ്റണം. അതിൻ്റെ കൂടെ എക്സസൈസ് ഇല്ലായ്മ, നമ്മുടെ മസിൽസിലെ ചില സെൻസേഴ്സ് ഉണ്ട്, അതാണ് ഈ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ മസിൽസ് തീരെ ഇല്ലാത്ത ആൾക്കാരിൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്താ പറയുക, അതിൻ്റെ ഒരു വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ബോഡിയിൽ പ്രോട്ടീൻ കുറവും ഫാറ്റ് കൂടുന്നൊരവസ്ഥ ഒബീസിറ്റിൻ്റെ ഒരു ലക്ഷണമാണ്. അതിൻ്റെ കൂടെ ഇതൊക്കെ വരുന്നതുകൊണ്ട് ഡയബറ്റീസ് വരുന്നത്. ബേസിക്കലി നമ്മൾ ആ ഡയറ്റ് പാറ്റേൺ മാറ്റി എക്സസൈസിലേക്ക് പോയി കഴിഞ്ഞാൽ ഡയബറ്റീസിൻ്റെ ഇൻസുലിൻ്റെ റിക്വയർമെൻറ്റ് നല്ലോണം കുറയ്ക്കാനും, നമ്മൾ കുറേ പേർക്ക് ഡയബറ്റീസ് ഈവൺ ഒരു പരിധി വരെ നമുക്ക് മാറ്റിയെടുക്കാനും പറ്റും. അപ്പോൾ ഒരു കോളർ കൂടിയുണ്ട് നമുക്ക്. പീറ്റർ, കൊല്ലത്ത് നിന്ന്. പീറ്റർ, ഡോക്ടറോട് ചോദിക്കാം. ഞാനൊരു 10-20 വർഷമായിട്ട് ഡയബറ്റീസ് ഉള്ള ആളാണ്. ഞാൻ നമ്മുടെ പ്രീഗ്നൻസി തന്നെ ഞാനത് ഇൻസുലിൻ ഞാൻ വെച്ചത്. ഇൻസുലിൻ ഞാൻ വെച്ചെടുക്കുന്നത്. അപ്പോ ഇപ്പോഴത്തെ കാലിന്റെ ഉള്ളിലടിക്കൽ ചെറിയൊരു പൊള്ളലാണ് തോന്നുന്നു വൈകിട്ടൊക്കെ. അപ്പം ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ HbA1c മിക്കവാറും കൂടുതലായിരിക്കണം. ഈ കാലിൻ്റെ ഉള്ളിൽ വൈകുന്നേരം ആകുമ്പോൾ പൊള്ളൽ വരുന്നത് ഈ ന്യൂറോപ്പതിൻ്റെ സൈനാണ്, ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയും. അപ്പോൾ HbA1c സ്ട്രിക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് കുറച്ച് കൊണ്ടുവരിക. പിന്നെ ഒരു മെഡിസിനും ആഡ് ചെയ്താൽ പരിധിവരെ നമുക്കത് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അത് എന്തായാലും ഡയബറ്റോളജിസ്റ്റിനെ കാണിച്ചിട്ട് നിങ്ങൾ ഷുഗർ നല്ലോണം കൺട്രോൾ ചെയ്യുക. ഒരു മെഡിസിനും കൂടി ആഡ് ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പീറ്ററാണ് വിളിച്ചത് കൊല്ലത്ത് നിന്നും. ഡോക്ടർ, മറ്റൊരു ചോദ്യം കൂടെ. ഇപ്പോൾ നമ്മൾ ഈ ആഹാരശീലത്തിൻ്റെ കാര്യം സംസാരിച്ചപ്പോൾ തന്നെ ജങ്ക് ഫുഡ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നവരാണ് മലയാളികൾ കൂടുതലും. നമുക്ക് സീസണലി കിട്ടുന്ന കുറേ ഫുഡ്സ് ഉണ്ട്. ഇപ്പോൾ ചക്ക, മാങ്ങ, മധുരമുള്ള പഴവർഗ്ഗങ്ങൾ, ഇത്തരത്തിലുള്ള ഫുഡുകൾ ഈ ഡയബറ്റിക് പേഷ്യൻസ് കഴിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമോ? മധുരമുള്ള എന്ത് സാധനവും ഷുഗർ അടങ്ങിയതാണ്. മധുരം കൂടുന്നതനുസരിച്ച് ഷുഗറിൻ്റെ ക്വാണ്ടിറ്റി കൂടും. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കേണ്ടെന്ന് പറയില്ല, പക്ഷേ ഒത്തിരി പഴുത്ത ഫ്രൂട്ട്സ് പൊതുവെ അവോയ്ഡ് ചെയ്യാൻ നോക്കണം. ഇപ്പോൾ ചക്ക കഴിക്കാം,
ഒരു ഭയങ്കര മധുരമുള്ള ചക്കയ്ക്ക് പകരം വേണമെങ്കിൽ ഇച്ചിരി മധുരം ഇല്ലാത്ത ചക്ക കഴിക്കാം. അത് ഒരു പരിധി വരെ, അല്ല അതും കൂടെ അൺലിമിറ്റഡ് ചക്ക കഴിക്കണമെന്നല്ല. പഴമാണെങ്കിൽ ഒരു പഴം കഴിക്കാം, കുറച്ച് മധുരം കുറഞ്ഞ പഴം. ഫ്രൂട്ട്സ് അങ്ങനെ ലിമിറ്റഡ് ആയിട്ട് കഴിക്കാം, തീരെ കഴിക്കരുതെന്നല്ല, പക്ഷേ മധുരം കുറഞ്ഞ ഫ്രൂട്ട്സാണ് പ്രിഫർ ചെയ്യുക. യെസ്, നമുക്കൊരു കോളറുണ്ട്, സുഗറ ആലപ്പുഴയിൽ നിന്നും. ഡോക്ടറോട് ചോദിക്കാം. നമസ്കാരം ഡോക്ടർ. പറഞ്ഞോളൂ. എന്റെ കാലിനെ പുകച്ചിലായിട്ട് ഞാൻ ഡയബറ്റീഷ്യനെ കാണിച്ച് മരുന്ന് കഴിക്കുന്നുണ്ട്. പുകച്ചില് ഗുളിക കഴിക്കുമ്പോൾ കുറയുന്നുണ്ട്, പക്ഷെ എന്റെ കാലിന്റെ മുകളിലോട്ട് ഇങ്ങനെ കറുത്ത പാടുകളാണ്, 2 കാലും നിറം. കറുത്ത പാട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ സ്കിന്നിൽ വേർപ്പ് കുറയുമ്പോഴാണ് കൂടുതലും സ്കിൻ ഡ്രൈ ആകുക. അപ്പോൾ മരുന്നിൻ്റെ കൂടെ നിങ്ങൾ മോയ്സ്ചറൈസിങ് ലോഷൻ റെഗുലറായിട്ട് കാലിൽ അപ്ലൈ ചെയ്താൽ സ്കിന്നിൻ്റെ കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഡയബറ്റീസും കൺട്രോൾ ചെയ്യുക. HbA1c നോക്കിയിട്ടില്ലെങ്കിൽ നോക്കണം. അത് ഒത്തിരി ഹൈ ആണെങ്കിൽ നമുക്ക് ഒരു 7 ചോടെ കൊണ്ടുവരണം. ഈ ഡയബറ്റിക് ടെസ്റ്റിൻ്റെ കാര്യം സാർ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. ഇപ്പോൾ പലരും ടെസ്റ്റ് ചെക്ക് ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എനിക്ക് ഷുഗറാണ്, അത് ആഹാരത്തിന് മുൻപാണ് ഇവർ ടെസ്റ്റ് ചെയ്യുന്നത്. ഷുഗറാണെന്ന് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ മരുന്നെടുക്കുകയാണ്. പിന്നീട് ഈ ടെസ്റ്റ് ചെയ്യുന്ന പ്രവണത കുറഞ്ഞു വരും. അപ്പം എത്ര നാൾ കൂടുമ്പോഴാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്? ഏത് ടെസ്റ്റാണ് എടുക്കേണ്ടത്? നേരത്തെ പറഞ്ഞ പോലെ HbA1c എന്നൊരു ടെസ്റ്റാണ് പൊതുവെ ഒരു ആവറേജ് കാണിക്കുന്ന ടെസ്റ്റ്. പിന്നെ വീട്ടിൽ നിന്ന് ഷുഗർ മോണിറ്റർ ചെയ്യണമെന്ന് തെറ്റില്ല, പക്ഷേ നമ്മളൊരു ഒരു ആവറേജ് ടെസ്റ്റ് അറിയണ HbA1c നോക്കാണ്ട് ഷുഗർ മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് കൺട്രോൾ ആണെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു മെയിൻ കോംപ്ലിക്കേഷൻ ബ്ലഡ് ഫ്ലോ നിന്ന് പോയിട്ട് കാലിൻ്റെ ഉണങ്ങാത്ത വ്രണങ്ങളോ അല്ലെങ്കിൽ വിരലുകൾ കറക്കുന്നതാണ്. അതൊരു ഭയങ്കര ഡേഞ്ചറസ് സിറ്റുവേഷനാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ബ്ലഡ് ഫ്ലോ റീഎസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കാല് ആംബ്യൂട്ടേഷൻ കണ്ടീഷനിലേക്ക് പോകും. അപ്പോൾ ബ്ലഡ് ഫ്ലോ കുറഞ്ഞൊരു കണ്ടീഷൻ ഈ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബ്ലഡ് ഫ്ലോ പരിശോധിപ്പിക്കുകയും അതിനുള്ള ചികിത്സകൾ റെഡ്ലി അവൈലബിൾ ആണ്. നമ്മൾ ബ്ലോക്ക് മാറ്റുന്ന ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് തുടങ്ങിയ ചികിത്സ ചെയ്തിട്ട് നമുക്ക് ആംബ്യൂട്ടേഷൻ 90% അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ സയൻസ് ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല. അത് ചെറിയ മുറിവാണ്, ഞാൻ തന്നെ ചികിത്സിച്ചോളാം ചിന്തിക്കാൻ പാടില്ല. ഉടനെ സ്പെഷ്യലിസ്റ്റ് ഒരു കൺസൾട്ടേഷൻ എടുത്തിട്ട് ബ്ലഡ് ഫ്ലോ കാലിലേക്ക് റീഎസ്റ്റാബ്ലിഷ് ചെയ്യുക. ബ്ലഡ് ഫ്ലോ ഇല്ലാത്തൊരവസ്ഥ എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും മുറിവ് ഉണങ്ങത്തില്ല. അതിനെക്കുറിച്ച് നമ്മൾ ഡയബറ്റിക് പേഷ്യൻസ് വളരെ ഏറെ അവെയർ ആയിരിക്കണം. ഇങ്ങനത്തെ ചെറിയ സയൻസ് കണ്ടാൽ തന്നെ ഉടനെ വന്ന് സ്പെഷ്യലിസ്റ്റിനെ കാണണം. അതേപോലെ തന്നെ ഇപ്പോൾ ഡയബറ്റിക് ഫുഡ് ഉള്ള ഒരാൾക്ക് അവർ ഉപയോഗിക്കേണ്ട ചെരുപ്പുകൾക്ക് ഏതെങ്കിലും പ്രത്യേകത ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. പൊതുവെ ഒരു ഹാർഡ് ഫുട്വെയർ ഉപയോഗിക്കാണ്ടിരിക്കുക. പല ടൈപ്പ് മെറ്റീരിയൽസ് ഉണ്ട്, MCR, MCP, അങ്ങനെ പല മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സോഫ്റ്റ് വേർഷൻസ് ഉപയോഗിക്കുക. പക്ഷെ നല്ലോണം പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്തിട്ട് ഏത് ഭാഗത്താണ് കൂടുതൽ പ്രഷർ വരുന്ന ആ ഭാഗം അവോയ്ഡ് ചെയ്തുകൊണ്ട് ഫുട്വെയർ മോഡിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കസ്റ്റം മെയ്ഡ് ഫുട്വെയറാണ് എപ്പോഴും നന്നാകുക ഒരു ജനറൽ ഫുട്വെയറിനെക്കാളും. പക്ഷെ അതൊക്കെ മുറിവുകളുള്ള ആൾക്കാർക്കാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ എന്നാലും ഡയബറ്റിക് ആണെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നാൽ അതിനനുസരിച്ചിട്ട് ഫുട്വെയർ മോഡിഫിക്കേഷനിലൂടെയും ഒരു പരിധിവരെ നമുക്ക് കാര്യങ്ങൾ കൺട്രോൾ കൊണ്ടുവരാൻ പറ്റും. യെസ്, ഡോക്ടറിന് സമയപരിമിതി ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. കോൾ സെൻറ്ററിൽ ഇന്ന് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് ഡോക്ടർ സുനിൽ രാജേന്ദ്രനാണ്. കോൾ സെൻറ്റർ പൂർണ്ണമാവുകയാണ്. ഇനി ഈവനിംഗ് എഡിഷനുമായി ധന്യ വിശ്വം ചേരും. നമസ്കാരം.